ഹലോ, എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു എക്സാമില് നമുക്ക് വന്നിട്ടുള്ള GK പാർട്ടിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങള്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ എങ്ങനെ ആ ചോദ്യത്തെ നേരിടാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് അതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് പോപ്പുലർലി നോൺ as ലോകഹിതവാദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ MCQ ക്വസ്റ്റ്യൻ അല്ലെ. ലോകഹിതവാദി എന്നറിയപ്പെടുന്ന ആൾ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ മഹാദേവ ഗോവിന്ദ റാനഡെ തന്നിട്ടുണ്ട്, ഗോപാൽ ഹരി ദേശ്മുഖ് തന്നിട്ടുണ്ട്, ലാല ഹൻസ്രാജ്, അതേപോലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഗോപാൽ ഹരി ദേശ്മുഖ് എന്നുള്ള ആ ഒരു വ്യക്തിയാണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്ന ആ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ MCQ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങള് വളരെ സ്ട്രൈറ്റ് ആണ്. നമുക്ക് ഉത്തരം അറിയെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ അറ്റംപ്റ്റ് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാനുള്ള ഓപ്ഷനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ഫാക്റ്റുമാണ് ചോദിച്ചേക്കണേ. ഉത്തരം അറിയെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോവാം അല്ലെ. അപ്പൊ ആദ്യമായിട്ട് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നിട്ടുള്ളത്? അത് അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ഈ ഒരു ലോകഹിതവാദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ്. ഇപ്പൊ ഗോപാൽ ഹരി ദേശ്മുഖിന്റെ തൂലികാനാമമാണ്, പെൻ നെയിം ആണ് ലോകഹിതവാദി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പീപ്പിൾ വെൽഫെയർ അല്ലെങ്കിൽ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോകഹിതവാദി എന്നുള്ളൊരു ആ ഒരു വിശേഷണം അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു പേരായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ശത്പത്രേ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിന്റെ രചയിതാവാണ്. ശത്പത്രേ, ആ ഒരു പേര് നോക്കി വെച്ചേക്കാം. അദ്ദേഹം 100 ലെറ്റേഴ്സ് 100 കത്തുകൾ അത് അദ്ദേഹം എഴുതിയതാണ്. ആ ഒരു അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, സോഷ്യൽ എവിൾസിനെ, സാമൂഹികപരമായിട്ടുള്ള കുറെ കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന, സോഷ്യൽ എവിൾസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു രചനയാണ് ഈ പറയുന്ന 100 ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇദ്ദേഹം ചാമ്പ്യൻ ഓഫ് വിമൻസ് റൈറ്റ്, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ അന്ന് കാലത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു അല്ലെ, വിഡോ റീമാരേജ് എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിലെയൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ അവരുടെ ജീവിതം നശിച്ചതുപോലെയാണ്. ആ ഒരു പാട്രിയാർക്കൽ സെറ്റപ്പില് അവരിങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കണം. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് ആളുകൾക്ക് അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരുപാട് സാമൂഹിക പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹവും. അതേപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഫീമെയിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് നോക്കുക. അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ് ലോകഹിതവാദി. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ പ്രൊമോട്ടർ ഓഫ് റാഷണലിസം. റാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകപരമായിട്ടുള്ള ഒരു ചിന്ത എന്നാണ് റാഷണലിസത്തിന്റെ എളുപ്പം പറഞ്ഞു കഴിഞ്ഞാലുള്ള അർത്ഥം. റാഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? പുരോഗമനപരമായിട്ട് വിവേകത്തോടുകൂടി ചിന്തിക്കാൻ പറ്റുക. അതാണ് റാഷണലിസം. ആ ഒരു റാഷണലിസത്തിന്റെ പ്രൊമോട്ടർ ആയിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഇന്ത്യൻസിനെ ഈ ഒരു മോഡേൺ സയൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളില് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മെഡിക്കൽ സയൻസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മോഡേൺ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ആളുകളുടെ അസുഖം മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ സയന്റിഫിക് ആയിട്ടുള്ള ബാക്കപ്പ് ഉള്ള മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം.
അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽപ്ഡ് എസ്റ്റാബ്ലിഷ് ദ പ്രാർത്ഥന സമാജ് ആൻഡ് ദ ഗുജറാത്ത് വെർണാക്കുലർ സൊസൈറ്റി. ഈ പ്രാർത്ഥന സമാജം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ആത്മാറാം പാണ്ഡുരംഗ് എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവിന്റെ ഒരു സമാജമാണ്. അദ്ദേഹം ആരംഭിച്ചതാണ് പ്രാർത്ഥന സമാജം എന്ന് പറയുന്നത്. ആ ഒരു സമാജം ആരംഭിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുജറാത്ത് വെർണാക്കുലർ സൊസൈറ്റി, വെർണാക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായത് എന്നാണ്. വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷ എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ ഒരു ഗുജറാത്ത് വെർണാക്കുലർ സൊസൈറ്റി ആരംഭിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഫാക്ടുകൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി വെച്ചല്ലോ. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണത്? ദ ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. നോൺ അലൈൻഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതിന്റെ ആദ്യത്തെ സമ്മിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ സമ്മേളനം എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണിത്. നാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം നമ്മൾ പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ ബെൽഗ്രേഡിലാണ് ഇതിന്റെ സമ്മേളനം നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ നാം അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? ഈ ലോകമഹായുദ്ധങ്ങൾക്കൊക്കെ ശേഷം ലോകം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചേരികളായിട്ട് പിരിഞ്ഞു. അതായത് അമേരിക്ക എന്ന് പറയുന്നത് മുതലാളിത്ത രാഷ്ട്രങ്ങളും സോവിയറ്റ് റഷ്യ, അല്ലെങ്കിൽ ഇന്ന് സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്നില്ല, റഷ്യയേ ഉള്ളൂ അല്ലെ. അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട്, USSR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ രാജ്യമുണ്ട്. USSRുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും. ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ രണ്ട് ചേരികളായിട്ട് അന്ന് പിരിയുണ്ടായി. രണ്ട് ധ്രുവങ്ങളായിട്ട് രാജ്യത്തിന്റെ അല്ല ഭൂമിയിലുള്ള പല ലോകരാഷ്ട്രങ്ങള് രണ്ട് ചേരിയിലായിട്ട് അവരുടെ ആശയങ്ങൾ മാറുണ്ടായി. ആ സമയത്ത് നമുക്കറിയാം ഈ ലോക യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു കുറെ രാജ്യങ്ങൾ എത്തിയിട്ട് അവര് തമ്മിലുള്ള കിടമത്സരം വരുമ്പോഴാണ് യുദ്ധം ഉണ്ടാവണത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ദ്വിധ്രുവമുള്ള ഒരു ലോകം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തീർച്ചയായിട്ടും ഇവഞ്ച്വലി അത് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു സാഹചര്യം കരുതിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ പല ലോകരാഷ്ട്ര നേതാക്കളും കൂടെ ചേർന്നുകൊണ്ട് ഈ രണ്ട് ചേരിയിലും നമ്മളില്ല, പകരം നമ്മൾ നോൺ അലൈൻഡ് ആണ്, നാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയിലാണ് നമ്മളുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനപരമായിട്ട് ഒരു ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സംഘടന ആരംഭിക്കുകയുണ്ടായി. അതാണ് നാം എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ ആദ്യത്തെ സമ്മേളനമാണ് ബൽഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ഈ ഒരു നാം എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. ഈ നാം 1961 അതിന്റെ ആദ്യത്തെ സമ്മേളനം കൂടുന്നത്. അത് ബെൽഗ്രേഡിനാണ്. വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെച്ചേക്കണം. അപ്പൊ ഇത് ആരംഭിക്കാനായിട്ട് പ്രധാനമായിട്ട് മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നെഹ്റു, അതേപോലെ തന്നെ ടിറ്റോ, നാസർ എന്ന് പറഞ്ഞിട്ടുള്ള ലോകരാഷ്ട്ര നേതാക്കന്മാരാണ്. അപ്പൊ എന്തായിരുന്നു ഇതിന്റെ ആ ഒരു ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം US സോവിയറ്റ് പവർ എന്ന് പറഞ്ഞാൽ USSRും US എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക, ഇവരുടെ രണ്ടുപേരുടെയും രണ്ട് ബ്ലോക്കുകളായിട്ട് രാഷ്ട്രങ്ങൾ തിരിയുണ്ടായി. ആ സമയത്തെ ശരിക്കും യുദ്ധമില്ല, പക്ഷെ ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ചെറിയ കല്ലുകടി, ഒരു ചെറിയ പോര്, ഈ ഒരു സാഹചര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾഡ് വാർ അല്ലെങ്കിൽ ശീതയുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ എന്ന് പറയുന്നത് അമേരിക്കയും അതേപോലെ തന്നെ സോവിയറ്റ് റഷ്യയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ ഒരു ഫ്രിക്ഷൻ ആണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ശരിക്കും ഉള്ളൊരു യുദ്ധമല്ല. ഇങ്ങനെയുള്ള ഒരു കോൾഡ് വാർ സമയത്ത് ഈ പറയുന്ന കുറച്ച് രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് ആരംഭിച്ച സംഘടനയാണ് നാം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആന്റി കൊളോണിയൽ സ്റ്റാൻസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുതലാളിത്തം എന്നാണ് അർത്ഥം. അമേരിക്കയുടെ ഒരു മോട്ടോ ആണല്ലേ മുതലാളിത്തം എന്ന് പറയുന്നത്. മുതലാളിത്ത രാഷ്ട്രമാണ്, ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണ് USA എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ സമയത്ത് എന്താ പറയാ ഈ ഒരു ഇമ്പീരിയലിസത്തെ എതിർക്കുകയും അതേപോലെ തന്നെ അപ്പാർത്തീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണ വിവേചനം എന്നാണ്. അന്ന് വംശീയപരമായിട്ടുള്ള വിവേചനങ്ങള് അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും ഇടയിലുള്ള കുറച്ച് വിവേചനങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടമാണെന്ന് അല്ലെ. ഈ ഒരു അപ്പാർത്തീഡിനെ, വർണ്ണ വിവേചനത്തെ എതിർക്കുക, മുതലാളിത്തത്തെ അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തെ എതിർക്കുക, ഇവയൊക്കെ ആയിരുന്നു നാമിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ ആശയങ്ങള് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പഞ്ചശീല പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പഞ്ചശീല തത്വം എന്ന് പറയുന്ന ഒരു സംഭവമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പഞ്ചശീല തത്വം എന്ന് പറയുന്നത്? ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ഒരു രേഖയാണ് പഞ്ചശീല തത്വം എന്ന് പറയുന്നത്.
ഗൈഡഡ് ബൈ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. പല രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഒരു ബഹുമാനമാണ് പരസ്പരം. ഒരു പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ട് നമുക്ക് ഒരേപോലെ ഈ രാഷ്ട്രങ്ങൾക്ക് ഒന്നിച്ച് നിലനിൽക്കാം എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു എന്താ പറയാ നാമിന്റെ ആ ഒരു വലിയൊരു ലാർജസ്റ്റ് ബ്ലോക്കിലേക്ക് ഏകദേശം 120ഓളം മെമ്പേഴ്സ് അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മെമ്പർ രാജ്യങ്ങളാണ് കേട്ടോ. അങ്ങനെ രാജ്യങ്ങൾ വന്ന് ജോയിൻ ചെയ്യുകയും നാം ഒരു വലിയ സംഘടനയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 വർഷത്തിലൊരിക്കലാണ് ഈ നാമിന്റെ ഒരു സമ്മേളനം കൂടുക. അതിലെ ആദ്യത്തെ സമ്മേളനമാണ് 1961 ബെൽഗ്രേഡില് കൂടിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ 3 എന്താണ്? അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ചോയ്സസ് ഗിവൺ. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇവന്റുകളാണ് തന്നിട്ടുള്ളത്. ആ ഒരു ഇവന്റുകളുടെ ക്രോണോളജിക്കൽ ഓർഡർ ആദ്യം ഏത് നടന്നു, രണ്ടാമത് ഏത് നടന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഓപ്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം അല്ലെ, ഉത്തരം കാണാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ ഡി പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം ഗാന്ധി ഇർവിൻ പാക്ട് ആണ് ആദ്യം നടന്നിട്ടുള്ളത്. അതിനുശേഷം ക്രിപ്സ് മിഷൻ നടന്നു. പിന്നീട് വേവൽ പ്ലാൻ നടന്നു. ഏറ്റവും അവസാനമായിട്ട് ക്യാബിനറ്റ് മിഷൻ നടന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ സംഗതികൾ എന്നും ഇവരൊക്കെ ഏത് വർഷത്തിൽ നടന്നു എന്നുള്ളതും നമ്മൾ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കണം. ആദ്യമായിട്ട് ഗാന്ധി ഇർവിൻ പാക്ട് ആണ് ഇതിൽ ആദ്യമായിട്ട് നടന്ന സംഭവം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഗാന്ധി ഇർവിൻ പാക്ട് നടക്കുന്നത്? 1931 1931 മാർച്ച് 5 നടക്കുന്നത്. ഇത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ മുൻപായിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 1931 കണ്ടു അല്ലെ. 1931 മുൻപ് 1930 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുകയുണ്ടായി. എന്തായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത്? 1930 അദ്ദേഹം ഗാന്ധിജി രാഷ്ട്രമെമ്പാടും ഒരു എന്താ പറയാ ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. അതാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷുകാർ ഇവിടെ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടല്ലോ, ആ നിയമങ്ങളെ നമ്മൾ ലംഘിക്കുന്നു. ആ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിക്കാനായിട്ട് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര നടത്തുന്ന ഒരു ചരിത്ര യാത്ര നടക്കുന്നതും ദണ്ഡി യാത്ര എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുന്നതും 1930. ഈ പറയുന്ന നിയമലംഘന പ്രസ്ഥാനം രാഷ്ട്രമെമ്പാടും വളരെയധികം കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും വക്കീലന്മാരെ വക്കാലത്ത് ഉപേക്ഷിക്കുകയും ബ്രിട്ടീഷ് സ്കൂളുകളിലെ ആളുകൾ പഠിക്കാതെ ആവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ബ്രിട്ടീഷുകാർക്ക് തീർച്ചയായിട്ടും തലവേദനയായിട്ട് മാറും. അങ്ങനെ ഗാന്ധിജിയെ വിളിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ അവര് കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വെക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് കുറെ ആശയങ്ങൾ മുന്നോട്ട് വെക്കും. അങ്ങനെ ഒരു ചെറിയൊരു പ്രീണനം അവിടെ നടക്കുകയും അങ്ങനെ 1931 ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഈ ഒരു പ്രശ്നം ഒന്ന് തണുക്കുകയും അങ്ങനെ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തില് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അതിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ മുൻപാണ് ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പിടുന്നത്. ഗാന്ധിയും ഇർവിനും ചേർന്നിട്ടാണ് ഒപ്പിടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ലണ്ടനിൽ പോയിട്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റും കൂടെ പഠിക്കുക. ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള ഏക വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനം മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അടുത്ത പ്രാവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ തീരുമാനങ്ങളുമായിട്ട് വിയോജിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അടുത്തൊരു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. അടുത്ത സമരമുറയിലേക്ക് അദ്ദേഹം പോവുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ഇവിടെ വർഷം ക്ലിയർ ആയല്ലോ. 1931 ഗാന്ധി ഇർവിൻ പാക്ട്. ഇത്രേ ഉള്ളൂ സംഭവം. അടുത്ത ഇവന്റ് എന്ന് പറയുന്നത് ക്രിപ്സ് മിഷൻ ആണ് അല്ലെ. എന്താ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് 1942 ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ഒരു ഒരു എന്താ പറയാ മിഷനാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷൻ 1942 ഇന്ത്യയിൽ എത്തുന്നത്. 1942 മാർച്ചിലാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ഇത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 42 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1939 മുതൽ 45 വരെയും രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ് അല്ലെ. വേൾഡ് വാർ 2 നടക്കുകയാണ്.
ഇപ്പൊ ജർമ്മനിയുമായിട്ടൊക്കെ പറയുന്ന യുദ്ധമൊക്കെ നടത്തി ബ്രിട്ടീഷുകാർക്ക് വളരെ വലിയ ധനവും വളരെ ആൾനാശവും ഒക്കെ ഉണ്ടായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൊളോണിയൽ രാഷ്ട്രങ്ങളിൽ നിന്നും അവർക്കൊരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അയച്ചിട്ടുള്ള ഒരു മിഷനാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് 1942. ക്ലിയർ ആയല്ലോ? അടുത്തത് വേവൽ പ്ലാൻ ആണ്. വേവൽ പ്ലാൻ എന്ന് പറയുന്നത് ഷിംല കോൺഫറൻസ് എന്ന് പറയുന്ന കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. 1945 നടക്കുന്നത്. വേവൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്ക് കുറച്ച് ഓഫറുകളൊക്കെ നൽകുന്നുണ്ട്. പുത്രിക രാജ്യ പദവി അങ്ങനെയൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് അന്ന് പൂർണ്ണ സ്വരാജ് വേണം. നമുക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് നമ്മൾ പറയുകയും അങ്ങനെ വേവൽ പ്ലാൻ ഒരു പരാജയത്തിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ വേവൽ പ്ലാൻ 1945 ബ്രിട്ടീഷുകാര് നമുക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓഫറിംഗ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ഒരു മിഷനാണ്. അപ്പൊ ഏറ്റവും അവസാനത്തെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അല്ലെ, ഇന്ത്യയിൽ മാർച്ച് 1946 ഇവിടെ എത്തുന്നത്. എത്തുന്നത് എന്തിനാണ്? ഈ ഒരു പവർ ട്രാൻസിഷനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് അല്ലെ. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ 46 മാർച്ചില് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം. സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ഇന്നതൊക്കെ എന്നുള്ളൊരു ചർച്ചയാണ് ക്യാബിനറ്റ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. 46 മാർച്ചിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് 31, 42, 45, 46 എന്നിങ്ങനെയാണ്. ക്ലിയർ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഹു എമംഗ് ദ ഫോളോയിങ് സ്കോളേഴ്സ് വോൺ ദ എഴുത്തച്ഛൻ അവാർഡ് ഇൻ 2024 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആര് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആണ്. ഓപ്ഷൻ സി ആണ്, NS മാധവനാണ്. ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, പി വത്സല ഇവരൊക്കെ എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ നേടിയിട്ടുള്ള ആളുകളാണ്, എഴുത്തുകാർ തന്നെയാണ്. നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണത് അല്ലെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ എഴുത്തച്ഛൻ പുരസ്കാരം, അതേപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, അങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളുണ്ട്. ഈ പുരസ്കാരങ്ങൾ നിങ്ങൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കി വെച്ചേക്കണം. അപ്പൊ ഇത് നമ്മൾ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഭാഗത്ത് നിന്ന് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് ചോദ്യം ചോദിക്കാറ്. എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ചിട്ട് നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയൊക്കെയാണ് അതിന്റെ ആ ഒരു സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പൊ ഈ എഴുത്തച്ഛൻ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, ഇങ്ങനെയുള്ള വള്ളത്തോൾ പുരസ്കാരം, ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങള് അതിന്റെ കറന്റ്ലി നടന്നിട്ടുള്ള ഇവന്റുകൾ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Borrowed concept and the countries from which the Indian constitution borrowed them are given. Find out the incorrect pair എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ സംഭവം എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമുക്കുള്ളത് അല്ലെ. എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഈ ഒരു ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും, കാനഡയിൽ നിന്നും, USA നിന്നും, പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നും, അതേപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും ഒക്കെ തന്നെ നമ്മൾ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള നമ്മൾ കടം കൊണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അപ്പുറത്തെ രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊന്ന് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പൊ ഇതിനകത്ത് മാച്ച് ചെയ്യുക എന്നുള്ളതില് ഇൻകറക്റ്റ് പെയർ, ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി തന്നിട്ടുണ്ട്. പിന്നെന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നിട്ടുണ്ട്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് തന്നിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത, നമുക്കിത് കാണുമ്പോ ഈ ഒന്നാമത്തെ കാര്യമാണ് തെറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി കാനഡയിൽ നിന്നല്ല എടുത്തിരിക്കുന്നതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് പെട്ടെന്ന് വന്നു, നമ്മൾ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ പെട്ടെന്ന് എന്നുള്ള ഓപ്ഷൻ കുത്താനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ട് നോക്കുക.
ഒന്ന് മാത്രം തെറ്റ്, വൺ ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് എന്ന് നമുക്കറിയാം അല്ലെ. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്? അയർലൻഡിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കാനഡയിൽ നിന്നുമല്ല. ഇപ്പൊ DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് DPSP എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഭരണഘടനയിലുണ്ട്. പക്ഷെ DPSP എനിക്ക് പാലിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാനാവില്ല. നിയമപരമായിട്ട് സ്ഥാപിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് DPSP എന്ന് പറയുന്നത്. പക്ഷെ DPSP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് DPSP യിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ രാഷ്ട്രത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരു ക്ഷേമ രാഷ്ട്രമായിരിക്കും എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ കൺസെപ്റ്റ്. അതായത് ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ വെൽഫെയർ കൺട്രി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോയിന്റുകൾ വേണം എന്നുള്ളത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് DPSP എന്നാണ് പറയപ്പെടുന്നത്. DPSP ഈസ് പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയും. അതായത് നല്ല നല്ല കാര്യങ്ങളാണ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഇതരുത്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് കാര്യം ഇതുണ്ട് അല്ലെ. സെന്റൻസ് നെഗറ്റീവ് ഉണ്ട്. കാര്യങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും സെന്റൻസുകൾ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ DPSP എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻ നേച്ചർ ആണ്. ക്ലിയർ ആയല്ലോ? അതൊക്കെയാണ് DPSP യെ കുറിച്ച്. എവിടെ നിന്ന് കടം കൊണ്ടു? നമ്മുടെ രാഷ്ട്രത്തിന് ക്ഷേമം വേണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമുക്ക് ക്ഷേമം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയൽപക്കത്തേക്ക് നോക്കും എന്ന് വിചാരിക്കുക. അയൽപക്കത്ത് കറണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പൊ നമുക്ക് ക്ഷേമരാഷ്ട്രമാണോ എന്ന് നോക്കാനുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നമ്മൾ എന്തെടുത്തു? അയൽപക്കത്ത് നിന്നും എടുത്തു എന്ന് ആലോചിക്കുക. അയർലൻഡിൽ നിന്നും നമ്മൾ എടുത്തു, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തു. ക്ലിയർ ആണല്ലോ? അടുത്തത് കാനഡയിൽ നിന്നും നമ്മൾ എന്തൊക്കെ ബോറോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ എന്നുള്ളത് നമ്മൾ കാനഡയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നുള്ളത് റെസിഡ്യൂറി പവർ അല്ലെങ്കിൽ അവശിഷ്ട അധികാരം. ഇത് നമ്മൾ കാനഡയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു കരാറിലൂടെ നിലവിൽ വന്ന ഒരു രാജ്യം പോലെയാണ്. അതായത് പല പല ഫെഡറേഷനുകളുണ്ട്, പല 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 പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങൾക്കൊക്കെ തന്നെയും കുറച്ചധികം സ്വയംഭരണ അധികാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിന് ഒരു കോടതിയും കേരളത്തിന് ഒരു നിയമസഭയും ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ ഹൈക്കോടതിയിൽ വരുന്ന ഒരു കേസിന്റെ അപ്പീൽ നമുക്ക് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റും അല്ലെ. കേരളത്തിൽ ഒരു നിയമം ഉണ്ട് എന്ന് കരുതിയിട്ട് ഇന്ത്യക്ക് മൊത്തം ഒരു നിയമമുണ്ട്, ആ നിയമം എന്താണ്? ഇന്ത്യ മൊത്തം ബാധകമായിരിക്കും. കേരളം ഒരു പ്രത്യേക എൻറ്റിറ്റി പോലെ കണക്കാക്കല്ല. നമുക്ക് ഈ കരാറ് ഭേദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കേരളത്തിന് മാത്രമായിട്ട് പുറത്തു പോകാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അമേരിക്കയിലുള്ളത്. അമേരിക്കയില് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് രീതിയാണുള്ളത്. ഉദാഹരണത്തിന് അവിടെ ലോസ് ആഞ്ചൽസിലുള്ള ഒരു നിയമരീതി ആയിരിക്കില്ല ന്യൂയോർക്കിലുള്ളത്. അപ്പൊ വ്യത്യസ്തമായിരിക്കും. കാരണം അതൊരു ഫെഡറേഷൻ ആണ്, ഫെഡറൽ രാജ്യമാണ് USA എന്ന് പറയുന്നത്. അതേസമയം സ്ട്രോങ് സെന്റർ ഉള്ള രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് റഷ്യ. റഷ്യയിൽ എങ്ങനെയാണ്? ഒരു സെന്റർ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും രാജ്യം മുഴുവൻ നടക്കുക. ഇന്ത്യയില് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സെൻട്രലിലുള്ള കേന്ദ്രത്തിലുള്ള നിയമങ്ങളും നമുക്ക് ബാധകമായിരിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിലും നമുക്ക് നിയമസഭയുണ്ട്. സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള നികുതി പിരിവുകളുണ്ട്. അതേപോലെ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളും നമുക്ക് ഉണ്ട്. പക്ഷെ എന്താണ്? ഒരു തർക്കം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ കേന്ദ്രത്തിനായിരിക്കും കൂടുതൽ പവർ ഉണ്ടാവുക. അതായത് നമ്മുടേത് ഒരു ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ ആണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. ഒരു യൂണിയൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഫെഡറേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും തന്നെ നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ ആണ് നമുക്കുള്ള ഒരു ആശയം. ഇത് നമ്മൾ എവിടുന്നാ കടം കൊണ്ടിട്ടുള്ളത്? കാനഡയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. കാനഡ ഈ രീതിയിൽ പോകുന്ന ഒരു രാജ്യമാണ്. അടുത്തത് റെസിഡ്യൂറി പവർ ആണ്. അതായത് ഇപ്പൊ ഒരു കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം വനം, പോലീസ് ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ നിയമം ഉണ്ടാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് അവകാശമുണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചൊക്കെ നിയമം ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഇത് രണ്ടുമല്ലാതെ ഈ രണ്ട് ലിസ്റ്റിലും പെടാതെയുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലും അതേപോലെ സെന്ററിന്റെ ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങള്, ഇങ്ങനെയുള്ള അവശിഷ്ട അധികാരങ്ങൾ ഉണ്ടല്ലോ, റെസിഡ്യൂറി പവറുകള് ഏതിലേക്ക് പോകുന്നു? സെന്ററിലേക്ക് പോകുന്നു. സെന്ററിന്റെ മേലിലാണ് അവശിഷ്ട അധികാരത്തിനുള്ള ആ ഒരു പവർ ഉള്ളത് എന്ന് പറയുന്ന ആശയവും നമ്മൾ എവിടുന്ന് എടുത്തു? കാനഡയിൽ നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്.
അപ്പോ ഇവിടെ എന്താണ് പെയർ ടു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? USA യിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശം നമ്മൾ എടുത്തിട്ടുള്ളത് USA യിൽ നിന്നുമാണ്. USA യുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. അവിടുത്തെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തത് പെയർ ത്രീ ആണ്. അതും കറക്റ്റ് ആണ്. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ബോറോഡ് ഫ്രം ബ്രിട്ടൻ, അതായത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം. പാർലമെന്ററി ഫോം ഉണ്ടല്ലോ, ലോക്സഭ, രാജ്യസഭ, അധോസഭ, ഉപരിസഭ, ഇങ്ങനെയുള്ള രണ്ട് സഭകൾ ഉണ്ടല്ലോ. ഈ ഒരു ഐഡിയോളജി നമ്മൾ എടുത്തിട്ടുള്ളത് UK യിൽ നിന്നുമാണ്, ബ്രിട്ടനിൽ നിന്നുമാണ്. അടുത്തത് നാലാമത്തെ പെയറാണ്. ഇതും കറക്റ്റ് ആണ്. എന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. എന്താ പറയാ, ലിബർട്ടി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? ഫ്രഞ്ച് റവല്യൂഷനിൽ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫ്രഞ്ച് റവല്യൂഷനിൽ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലുണ്ട്. അവിടുന്നാണ് നമ്മൾ ഈ പറയുന്ന ആശയം കടം കൊണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? ആറാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ് ഇൻ 1929? 1929 നടന്നിട്ടുള്ള ലാഹോർ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ളത് എന്ത് എന്നാണ് ചോദിച്ചേക്കുന്ന ചോദ്യം. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആദ്യമായിട്ട്, ഇറ്റ് പാസ്ഡ് ദ ഹിസ്റ്റോറിക് റെസൊല്യൂഷൻ ഓഫ് പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കോൺഗ്രസ് സെഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1929 ലാഹോർ സെഷനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ സെഷനാണ്. അപ്പൊ അത് ശരിയാണ് അല്ലെ? അടുത്തത്, ദ കോൺഗ്രസ് agreed to suspend the civil disobedience movement and take part in the second round table conference. നിങ്ങൾ പറ, ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടതല്ലേ? ഗാന്ധി ഇർവിൻ പാക്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ? രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് മുൻപ് ഗാന്ധിജി ഒപ്പുവെക്കുന്ന സംഭവമാണ് എന്തെന്ന് നമ്മൾ പറഞ്ഞു? ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറഞ്ഞു. അപ്പൊ 1931 എന്ന് നമ്മൾ പറഞ്ഞു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങണ തന്നെ 1930. അപ്പൊ പിന്നെ 1929 ലാഹോർ സെഷനിൽ ആരെങ്കിലും ടൈം ട്രാവൽ ചെയ്ത് അവിടെ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുമോ? ഇല്ല. അപ്പൊ ആ വർഷം അറിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ബി ഓൺലി, ടു ഓൺലി എന്നുള്ളത് ബി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും അടുത്തൊന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു വാസ് എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓരോ സമ്മേളനത്തിനും പ്രസിഡന്റ് ഉണ്ടാവില്ലേ? അപ്പൊ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? 1929 ജവഹർലാൽ നെഹ്റുവിനെയാണ്. അടുത്തത്, ഇറ്റ് ഡിസൈഡഡ് ടു ലോഞ്ച് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. കറക്റ്റ് കാര്യമാണ്. 1930 തുടങ്ങുന്ന ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അംഗീകരിക്കപ്പെടുന്നത്, അത് ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് 1929 ലാഹോർ സെഷനിലാണ്. ലാഹോർ സെഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോ മൂന്ന് കാര്യം മനസ്സിലാക്കുക. പൂർണ്ണ സ്വരാജ് വേണം എന്നുള്ള ഒരു റെസൊല്യൂഷൻ നമ്മൾ അവതരിപ്പിക്കുന്ന സെഷൻ, അതേപോലെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്ന സെഷൻ, ഇതെല്ലാം എന്താണ്? ഈ ലാഹോർ സെഷൻ ആണ് 1929. ഓക്കെ, അപ്പോ 1929 ലാഹോർ സെഷൻ എന്ന് പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ എന്താ പറയാ, സപ്രസ് ചെയ്യാൻ വേണ്ടി, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ളത് ഇതല്ല. പകരം സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന്റെ മുൻപ് നടന്നിട്ടുള്ള ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്ന ആ ഒരു പാക്ടിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഗാന്ധി ഇർവിൻ പാക്ടിൽ 1931. ക്ലിയർ അല്ലേ? ഇത് കൂടാതെ 1929 ആ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്. അതായത് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, അതായത് ബ്രിട്ടന്റെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ നിൽക്കുന്നു, അങ്ങനെയുള്ള പുത്രികാ രാജ്യ പദവിയൊക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും പറ്റില്ല, നമുക്ക് ഫുള്ള് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ഇവിടെയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ ഒരു സെഷന്റെ പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ നിയമലംഘന പ്രസ്ഥാനം നമുക്ക് ആരംഭിക്കാം എന്ന് തീരുമാനമെടുക്കുന്നതും ഈ സെഷനിലാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഈസ് ദ നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഈസ് ലൊക്കേറ്റഡ്? നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡാണ്. പ്രധാനപ്പെട്ട കുറച്ച് ബയോസ്ഫിയർ റിസർവുകൾ, അതിന്റെയൊക്കെ ലൊക്കേഷനുകളും ഒന്ന് നോക്കി വെച്ചേക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ റംസാർ കേന്ദ്രങ്ങള്, റംസാർ കേന്ദ്രങ്ങൾ പുതിയതായിട്ട് പ്രഖ്യാപിക്കുന്ന റംസാർ കേന്ദ്രങ്ങൾ ഉണ്ടാവും. നമ്മൾ കറണ്ട് അഫയർ ഒക്കെ നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണും. എന്നാലും ഞാൻ പറയാണ്, ഈ പറയുന്ന റംസാർ സൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താ പറയാ, ഈ പറയുന്ന ബയോസ്ഫിയർ റിസർവ് ഇന്ന സംസ്ഥാനത്തല്ല എന്നൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനും ഒക്കെ ഉപകാരപ്പെടും.
അത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കി പോവുക. അപ്പൊ ഇവിടെ നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നന്ദാദേവി ബയോസ്ഫിയർ റിസർവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദാദേവി നാഷണൽ പാർക്കും ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പൊ ഈ ബയോസ്ഫിയർ റിസർവിലെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിന്റെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് നാഷണൽ പാർക്ക് പദവിയും കൂടെ അതിനുണ്ട്. ഇത് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ് നന്ദാദേവി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. യുനെസ്കോവിന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സൈറ്റ് കൂടിയാണ് ഉത്തരാഖണ്ഡിലെ നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ള മറ്റു കുറച്ച് ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട് അല്ലെ, അത് ആ ഒരു സംസ്ഥാനങ്ങളുണ്ട് അല്ലെ, അവിടെയുള്ള ബയോസ്ഫിയർ റിസർവുകൾ കൂടി ഒന്ന് നോക്കി പോകാം. സിക്കിമില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളില് സുന്ദർബൻസ് ഉണ്ട്. സുന്ദർബൻസ് എന്ന് പറയുന്ന കണ്ടൽ കാടുകളാൽ സമൃദ്ധമായിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് വെസ്റ്റ് ബംഗാളിലുണ്ട്. കാരണം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയും കൂടെ ചേർന്ന് ബംഗ്ലാദേശിലേക്ക് കയറുന്ന ആ ഒരു പ്രദേശത്തെ ഡെൽറ്റയാണ് അല്ലെ. അവിടെ ഇഷ്ടംപോലെ കണ്ടൽക്കാടുകളുണ്ട്. അവിടെ ആ ഒരു പ്രദേശമാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. അതൊരു ബയോസ്ഫിയർ റിസർവ് ആണ്. ആസാമിലെ നമുക്ക് മാനസ് എന്നു പേരുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അതേപോലെ തന്നെ ദിബ്രു സൈക്കോബ എന്ന പേരുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് കൂടെ അവിടെ ഉണ്ട്. ക്ലിയർ ആയല്ലോ. എട്ടാമത്തെ ചോദ്യമാണ്, ഹു ആർ ദ വിന്നേഴ്സ് ഓഫ് 18th എഡിഷൻ ഓഫ് IPL ക്രിക്കറ്റ് ഇൻ 2025? കറക്റ്റ് എന്താ പറയാ, ഒരു എന്താ പറയാ കറണ്ട് അഫെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സാധാരണ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചോദിക്കുമ്പോൾ സ്പോർട്സ് അത്യാവശ്യം ഫോളോ ചെയ്യുന്നവർക്കേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ റീലൊക്കെ കണ്ടിരുന്നാൽ തന്നെ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ 18ാമത്തെ എഡിഷൻ ഓഫ് IPL ക്രിക്കറ്റ് 2025 നടന്നിട്ടുള്ള ആ ഒരു എഡിഷനിൽ വിജയികളാവുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് അല്ലെ. RCB ആണ്. RCB കപ്പടിച്ചു എന്നൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ ഒരു RCB കപ്പ് നേടുന്നത് 2025 ആ ഒരു എഡിഷൻ ഓഫ് IPL ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കണം. 2025 IPL 18ാമത്തെ എഡിഷൻ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് 2025 അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് 18ാമത്തെ എഡിഷനിൽ ആര് കപ്പടിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങും. അപ്പൊ ആലോചിക്കുക, 18ാമത്തെ എഡിഷൻ 2025 അതിൽ വിജയിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. 2023 ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടാണ് അവർ മത്സരം നടത്തിയത്. 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ് മത്സരം നടത്തുന്നത്. ഇപ്പൊ 2025 RCB ആണ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് വിജയിക്കുന്നത്. ആരുമായിട്ടാണ് മത്സരിച്ചത്? പഞ്ചാബ് കിങ്സുമായിട്ടാണ് മത്സരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 9ാമത്തെ ചോദ്യമാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സിംപ്ലി. ഇവിടെ മന്നത്ത് പത്മനാഭൻ, വൈകുണ്ഠസ്വാമി, വാഗ്ബണാനന്ദൻ, ഡോക്ടർ പൽപ്പു ഇവരെയൊക്കെ തന്നിട്ടുണ്ട്. അവരൊക്കെ ആരംഭിച്ചിട്ടുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഘടനകളും തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടൂലേ. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് നേരിട്ട് അങ്ങ് പോവാം. ഒന്നാമത്തേത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സംഘടനയല്ല സവർണ ജാഥ. ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മന്നത്ത് പത്മനാഭൻ നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. അപ്പൊ മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു സവർണ ജാഥ. ക്ലിയർ ആണല്ലോ. അടുത്ത കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തേത് D ആണ് അല്ലെ. അതായത് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി ആരംഭിക്കുന്ന ഒരു സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തൈക്കാട് അയ്യയുടെ ഒക്കെ ഗുരുവായിരുന്നു വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം മുന്തിരിക്കിണർ എന്ന് പറയുന്ന ആ ഒരു കിണറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവിടെ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് ജലമെടുക്കാൻ അവകാശമില്ല എന്നുള്ളൊരു സംഭവത്തെ എതിർത്തുകൊണ്ടൊക്കെ പ്രക്ഷോഭം നടത്തിയിട്ടുള്ള സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. അപ്പൊ വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അപ്പൊ വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജനമൊക്കെ നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ്. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ആത്മവിദ്യാ സംഘം. പിന്നെയുള്ളത് ഡോക്ടർ പൽപ്പു ആണ്. നമുക്കറിയാം ഡോക്ടർ പൽപ്പു SNDPയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൂടാതെ ഈഴവ മെമ്മോറിയൽ, അതായത് തിരുവിതാംകൂറിലുള്ള ആളുകൾക്ക്, തദ്ദേശീയരായിട്ടുള്ള വ്യക്തികൾക്ക് തിരുവിതാംകൂർ സർക്കാരിൽ ഉദ്യോഗം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈഴവര് സമർപ്പിച്ചിട്ടുള്ള ഒരു മെമ്മോറിയൽ ആയിരുന്നു ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതിന് മുൻകൈ എടുത്തിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം.
കേരള റെനൈസൻസ് ലീഡേഴ്സ് വിത്ത് ദെയർ കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യമായിട്ട് സവർണ ജാഥ നടത്തിയിട്ടുള്ളത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വൈക്കം സത്യാഗ്രഹം 1924 നടന്നിട്ടുള്ള വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പർ കാസ്റ്റ് പീപ്പിൾ നടത്തിയിട്ടുള്ള ഒരു ജാഥയായിരുന്നു സവർണ ജാഥ എന്ന് പറയുന്നത്. ഇതിന് മുൻകൈ എടുത്തതാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ. അടുത്തത് വൈകുണ്ഠ സ്വാമിയാണ്. നമ്മൾ പറഞ്ഞു സമത്വ സമാജം ആരംഭിച്ചു. എപ്പോഴാണ് ആരംഭിച്ചതെന്നൊന്ന് നോക്കുക. 1836 1836 സമത്വ സമാജം ആരംഭിക്കുന്നത്. 1800 ആണ് കേട്ടോ. 1836 സമത്വ സമാജം ആരംഭിക്കുന്നു. ആര്? വൈകുണ്ഠസ്വാമി. ഇത് ഏകദേശം കേരളത്തിലെ ആദ്യ ഘട്ടങ്ങളിലെ ഒരു സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ ആയിട്ട് കൂടെ കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലാണ്. കാരണം തൈക്കാടയ്യയുടെയും ഒക്കെ ഗുരുവാണ് വൈകുണ്ഠസ്വാമി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതായിട്ട് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ഞാൻ പറഞ്ഞു പ്രീതിഭോജനം ഒക്കെ ആരംഭിച്ചിട്ടുള്ള വ്യക്തിയാണ്, നടത്തിയിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ, ഈ ഒരു ജാതി വ്യവസ്ഥക്കെതിരെ, അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒക്കെ തന്നെ ആരംഭിച്ച ഒരു സംഘടനയാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. പിന്നെ ഡോക്ടർ പൽപുവിന്റെ ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. ഒരു മാസ് പെറ്റീഷൻ ആയിരുന്നു അല്ലെ? അതായത് ഈ ഗവൺമെന്റ് ജോലി, തിരുവിതാംകൂറിലുള്ള ഗവൺമെന്റ് ജോലികളില് ഈഴവർക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഒരു പെറ്റീഷൻ ആയിരുന്നു ഈഴവ മെമ്മോറിയൽ. ആർക്കാണ് സമർപ്പിക്കുന്നത്? തിരുവിതാംകൂർ രാജാവിനാണ് ഇത് സമർപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. 1896 വർഷം നോക്കി വെച്ചേക്കണം ഈഴവ മെമ്മോറിയലിന്റെ. അതോടൊപ്പം തന്നെ മലയാളി മെമ്മോറിയലും ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ ഇതിന്റെ ഒന്നിച്ച് പഠിച്ചു പോവുക. അടുത്ത 10ാമത്തെ ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു wrote in 1937, "A day will come when India also will remember her and cherish her." എന്താ പറഞ്ഞിട്ടുള്ള? "A day will come when India also will remember her and cherish her." ഒരു ദിവസം വരും, ഇന്ത്യ അവളെയും ആലോചിക്കും, അവളെയും എന്താ ഓർമ്മിക്കും, അവരെയും നമ്മൾ ചെറിഷ് ചെയ്യും, അവരെയും നമ്മൾ ബഹുമാനിക്കും എന്ന് നെഹ്റു 1937 എഴുതുകയുണ്ടായി. അത് ആരെ കുറിച്ചാണ് എഴുതിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇത് ആരെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. റാണി ഗൈഡിൻല്യൂ എന്നറിയപ്പെടുന്ന, നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന റാണി ഗൈഡിൻല്യൂവിനെ കുറിച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ഇത്തരത്തിലൊരു പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെയുള്ളത് സരോജിനി നായിഡു ഉണ്ട്. ഇന്ത്യയുടെ വാനം പാടി. റാണി ലക്ഷ്മിബായി ഉണ്ട്. എന്താ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായിയെ കുറിച്ചിട്ടാണ്. അരുണ അസഫ് അലി നമുക്കറിയാം അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ്. റാണി ഗൈഡൻല്യൂ നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന റാണിയാണ്. നോക്കാം. ജവഹർലാൽ നെഹ്റു wrote these words about Naga spiritual and political leader റാണി ഗൈഡിൻല്യൂ. അപ്പൊ എന്താണ് നാഗന്മാര് എന്ന് പറയുന്നത്? ഒരു വംശമാണ് അല്ലെ? ഒരു കുറച്ച് ആളുകളാണ്. അപ്പൊ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും പോരാടിയിട്ടുള്ള വ്യക്തിയാണ് റാണി ഗൈഡിൻല്യൂ എന്ന് പറയുന്നത്. എന്താണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നോർത്ത് ഈസ്റ്റില് ഉണ്ടായിരുന്ന സമരമുറകൾ, അതായത് ബ്രിട്ടീഷുകാരെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലെ മണിപ്പൂരിലും നാഗാലാൻഡിലും ഒക്കെ നടത്തിയിരുന്ന കുറെ കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടിയിട്ടുള്ള വ്യക്തിയാണ് റാണി ഗൈഡിൻല്യൂ എന്ന് പറയുന്നത്. ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. ഇതിനെതിരെ പ്രവർത്തിച്ചതും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. നെഹ്റു അവരെ 1937 പ്രസന്റിൽ ജയിലിൽ പോയിട്ട് കാണുണ്ടായി. ആ സമയത്താണ് അദ്ദേഹം റാണി എന്നുള്ളൊരു ഒരു ഒരു പേര് അവർക്ക് നൽകുന്നത്. ക്യൂൻ ഓഫ് ഹിൽസ് അല്ലെങ്കിൽ റാണി എന്ന് പറയുന്ന ആ ഒരു പേര് അവരുടെ ആ ഒരു ബ്രൈവറിയെയും അവരുടെ ഒരു ത്യാഗത്തെയും ഒക്കെ കണ്ടുകൊണ്ട് അവർക്ക് ആ ഒരു പേര് നൽകുന്നത് ആരാണ്? നെഹ്റു ആണ്. ക്ലിയർ ആയല്ലോ? 11ാമത്തെ ചോദ്യമാണ്. ഇതും മാച്ച് ദ ഫോളോയിങ് ആണ്. ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ തെറ്റായിട്ടുള്ള പെയർ ഏത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പരങ്കി പതയാളി എന്ന് സോറി, പറങ്കിപ്പടയാളി. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോ എന്താണ്? പറങ്കിപ്പടയാളി ല്ലേ? പറങ്കിപ്പടയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇത് പുസ്തകങ്ങളാണ് ല്ലേ? ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? അപ്പൻ തമ്പുരാനാണ് എന്ന് ഇവിടെ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് മാർത്താണ്ഡവർമ്മ തന്നിട്ടുണ്ട്. സി.വി. രാമൻപിള്ളയാണ്. അടുത്തത് ചേരമൻ പെരുമാളിന്റെ നേരെ തന്നിട്ടുള്ളത് കപ്പന കൃഷ്ണൻ മേനോനാണ്. അടുത്തത് കേരള സിംഹവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സർദാർ കെ.എം. മണിക്കരാണ്. നമ്മളോട് ചോദിച്ച ചോദ്യം റോങ് പെയർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് പറങ്കിപ്പടയാളി എന്ന് പറയുന്നത് രചിച്ചിട്ടുള്ളത് അപ്പൻ തമ്പുരാൻ അല്ല. അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്.
ഈ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ. പോർച്ചുഗീസുകാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യം വരികയും ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ള യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാര് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറങ്കി പടയാളി എന്ന് പറയുന്ന ആ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് ആരാണ്? സർദാർ KM പണിക്കർ തന്നെയാണ് അത് രചിച്ചിട്ടുള്ളത്. അപ്പൻ തമ്പുരാനല്ല. അപ്പൻ തമ്പുരാന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു നോവലാണ് എന്താണ് ഭൂതരായർ എന്ന് പറയുന്ന ഒരു നോവൽ. ഭൂതരായർ എന്ന് പറയുന്നത് അപ്പൻ തമ്പുരാൻ രചിച്ചിട്ടുള്ള നോവലാണ്. പിന്നെയുള്ളത് മാർത്താണ്ഡവർമ്മയാണ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത് CV രാമൻ പിള്ളയാണ്. ഇതെന്താണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ്, ഹിസ്റ്റോറിക്കൽ നോവലാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അടുത്തത് ചേരമൻ പെരുമാൾ രചിച്ചിട്ടുള്ള ചേരമൻ പെരുമാൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം രചിച്ചിട്ടുള്ള വ്യക്തിയാണ് കപ്പന കൃഷ്ണൻ മേനോൻ എന്ന് പറയുന്നത്. ചേരമൻ പെരുമാൾ രചിച്ചിട്ടുള്ളത് ആരാണ്? കപ്പന കൃഷ്ണൻ മേനോനാണ്. അടുത്തത് കേരള സിംഹമാണ്. കേരള സിംഹം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആരെ കുറിച്ചിട്ടാ? പഴശ്ശിരാജയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എഴുതിയിരിക്കുന്നത് സർദാർ KM പണിക്കരാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചോദിക്കാം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാലും ഉത്തരം ആരാണ്? സർദാർ KM പണിക്കരാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ ഒരു സംഭവം. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഹു എമംഗ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് ഫൗണ്ടഡ് ദ വിഡോ റീമാരേജ് അസോസിയേഷൻ? വിധവാ പുനർവിവാഹ അസോസിയേഷൻ, വിഡോ റീമാരേജ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റാണ്. വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ MCQ ചോദ്യമാണ്. ഇതിലൊക്കെ ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, വെറുതെ നെഗറ്റീവ് ആക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം എഴുതുക. വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റാണ് ഈ വിഡോ റീമാരേജ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഇപ്പൊ വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1861 അദ്ദേഹം ഈ ഒരു വിഡോ റീമാരേജ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അദ്ദേഹം ആരംഭിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രദേശങ്ങളിലെ കുറച്ച് സൗണ്ടഡ് ആയിട്ട് വന്നിരുന്ന ഒരു സംഘടനയായിരുന്നു വിഡോ റീമാരേജ് അസോസിയേഷൻ എന്ന് പറയുന്നത്. He was a prominent social reformer in Maharashtra who advocated for women's liberation and widow remarriage. അദ്ദേഹം മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലായിരുന്നു പ്രവർത്തനം നടത്തിയിരുന്നത്. He translated ഈശ്വർചന്ദ്ര വിദ്യാസാഗർസ് ബുക്ക് ഓൺ വിഡോ റീമാരേജ് ഇൻ മറാത്തി. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ വിഡോ റീമാരേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പുസ്തകം മറാത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കുക. വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റാണ് എന്ന് മനസ്സിലാക്കുക. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ വിഡോ റീമാരേജിനെ കുറിച്ചിട്ടുള്ള പുസ്തകം മറാത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വിഷ്ണു ശാസ്ത്രി പണ്ഡിറ്റാണ്. പിന്നെന്താണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന അദ്ദേഹം വാസ് എ ലീഡർ ഓഫ് യങ് ബംഗാൾ മൂവ്മെന്റ്. ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്നത് ആരാണ്? ഒരു എന്താ പറയാ ലീഡറാണ്. യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ ഒരു സ്ഥാപക നേതാവ്, ലീഡറാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ. 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഹൂ ഇസ് ദ കറന്റ് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവാർഡുകൾ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് വേണം? പൊസിഷനുകൾ, അതായത് ഉദ്യോഗത്തിൽ ഇരിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ പഠിക്കണം അല്ലെ. പ്രധാനമായിട്ട് നമ്മുടെ CAG, CIG, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഇതേപോലെ ഇന്ത്യൻ ആർമിയുടെ ഹെഡ്, ഇന്ത്യൻ നേവിയുടെ ഹെഡ്, നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇങ്ങനെയുള്ള പദവികളിൽ ഇരിക്കുന്ന ആളുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഇവരൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ അതും ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ് ഈ ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ C ആണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഹെഡ് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ കറണ്ട് ഇന്ത്യൻ ആർമിയുടെ ചീഫാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഈ ടുക്ക് ചാർജ് ഓൺ 2024 ജൂൺ 30, 2024 ജൂൺ 30 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ചാർജ് ഏറ്റെടുക്കുന്നത്. ഇദ്ദേഹത്തിന് മുൻപ് ആരായിരുന്നു? ജനറൽ മനോജ് പാണ്ഡെ ആയിരുന്നു ഇദ്ദേഹത്തിന് മുൻപ് പദവിയിലിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. ജനറൽ മനോജ് മുകുന്ദ് നരാവനെ ആൻഡ് ജനറൽ ബിക്രം സിംഗ് ആർ ഫോർമർ ആർമി ചീഫ്സ്. ഈ പറയുന്ന രണ്ടുപേരും എന്തായിരുന്നു? മുൻപുണ്ടായിരുന്ന ആർമി ചീഫുകളായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് ഓപ്ഷനകത്ത് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക.
14-ാമത്തെ ചോദ്യമാണ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സോയിൽസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോയിൽ ഈസ് ഓൾസോ നോൺ ആസ് റഗർ സോയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഗർ സോയിൽ എന്നറിയപ്പെടുന്ന സോയിൽ ഏത് എന്നുള്ള ഒരു ചോദ്യമാണിത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിൽ ആണ്. ബ്ലാക്ക് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നതാണ് ബ്ലാക്ക് സോയില്. വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ഡെൽറ്റ പ്രദേശമുണ്ട് ഇന്ത്യക്ക് അല്ലെ. ആ ഒരു ഉപദ്വീപിന്റെ ഭാഗത്തുള്ള ആ ഒരു ഡെൽറ്റ പ്രദേശത്ത് അബുഡന്റ് ആയിട്ട് കാണപ്പെടുന്ന മണ്ണാണ് ബ്ലാക്ക് സോയില്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നുമാണ് പൊതുവെ ബ്ലാക്ക് സോയിൽ ഉണ്ടാവുന്നത്. നിങ്ങൾ ആലോചിക്കും, ഇന്ത്യയുടെ മെയിൻലാൻഡിൽ എവിടെയും നമുക്ക് അഗ്നിപർവ്വതം ഇല്ലല്ലോ. നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലുണ്ട്, പക്ഷെ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ ഇല്ല. പിന്നെ എവിടെ നിന്ന് അഗ്നിപർവ്വതത്തിൽ നിന്നുണ്ടാവുന്ന ഈ സാധനം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ലാൻഡ് വേറൊരു പ്രദേശത്ത് നിന്നും ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയാ ലിത്തോസ്ഫിയറിൽ ഒരു കൂട്ടിയിടി ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഈ ഒരു പ്ലേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഹിമാലയം എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റേഞ്ച് തന്നെ ആ ഒരു പ്രദേശം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായിരുന്നു, നേരത്തെ അവിടെ ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് സോയിൽ ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. പിന്നെ ഓപ്ഷനിൽ തന്നിട്ടുള്ള അലൂവിയൽ സോയിൽ, എക്കൽ മണ്ണ്, അതും വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ്. ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന അവസാദങ്ങളിൽ നിന്നുമാണ് അലൂവിയൽ സോയിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ സമ്പത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്ര മേഖലയാണ് നമ്മുടെ സമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രദേശത്ത് അലൂവിയൽ സോയിലാണ്. അവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നല്ല കൃഷി, ഗോതമ്പും അരിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. പിന്നെന്താ, ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്. താരതമ്യേന ഫലഭൂയിഷ്ടി കുറഞ്ഞ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. പിന്നെന്താ, സലൈൻ സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും ഉപ്പ് നിറഞ്ഞിട്ടുള്ള മണ്ണ് അല്ലെങ്കിൽ ലവണ മണ്ണാണ് സലൈൻ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് സോയിൽ ആണ്. ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന മണ്ണ് ഏത് എന്ന് ചോദിച്ചാലും ബ്ലാക്ക് സോയിൽ ആണ് ഉത്തരം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ ലോക്കലി അതിനെ റിഗർ സോയിൽ എന്ന് അറിയപ്പെടാറുണ്ട്. ഈ റിഗർ എന്ന് പറയുന്ന ആ ഒരു പേര് തെലുങ്ക് വേർഡ് ആയിട്ടുള്ള റിഗുഡ എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം അത് കോട്ടൺ കൾട്ടിവേഷന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സോയിലാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഈ സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഡക്കാൻ ട്രാപ്പ് റീജിയനിൽ, ഡക്കാൻ പീഠഭൂമി ഉണ്ടല്ലോ, ആ പ്രദേശങ്ങളില് ഡക്കാൻ ട്രാപ്പ് മേഖല, ഗുജറാത്തിന്റെ ആ താഴെ ഭാഗത്തുള്ള ആ ഒരു പീഠഭൂമിയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെതറിംഗ് ഓഫ് വോൾഗാനിക് ബസാൾട്ട് റോക്ക്, വോൾക്കാനോയിൽ നിന്ന് വരുന്ന ആ ഒരു ബസാൾട്ട് റോക്കുകൾ ഉണ്ടല്ലോ, വോൾക്കാനിക് റോക്കുകൾ ഉണ്ടല്ലോ, അതിന്റെ വെതറിങ്ങിൽ നിന്നുണ്ടാവുന്ന മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഈ പാരന്റ് റോക്കുകൾ നശിച്ചിട്ട് വെതർ ചെയ്തിട്ടാണ് എല്ലാ മണ്ണുകളും ഉണ്ടാവുന്നത്. അപ്പൊ വോൾഗാനിക് റോക്കുകളിൽ നിന്നുമാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടാവുന്നത്. ഇറ്റ് ഹാസ് എ ഹൈ കപ്പാസിറ്റി ടു റീറ്റെയിൻ മോയ്സ്ചർ, അതായത് മോയ്സ്ചറിനെ, മഴവെള്ളത്തിനെ, വെള്ളം വീണ് കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ചെയ്ത് കുറെ നേരത്തേക്ക് ആ ജലം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉള്ള മണ്ണാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അതേസമയം ലാറ്ററൈറ്റ് സോയിലിനൊക്കെ അത് വളരെ കുറവാണ്. അപ്പൊ കേരളത്തില് അബുഡന്റ് ആയിട്ട് മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മഴ നമ്മുടെ മണ്ണിൽ ഒരുപാട് നേരം പിടിച്ചു നിർത്താനുള്ള കഴിവില്ലാത്ത മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ലാറ്ററൈറ്റ് മണ്ണാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ വലിയ താപനിലയും അതേപോലെ കൂടുതൽ മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണുക. അതേസമയം അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണ് എവിടെയാ കാണുക? നദികൾ എവിടെയെങ്കിലുമൊക്കെ കടലിൽ പോയി ചേരുന്ന പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അവസാദങ്ങൾ നിക്ഷേപിക്കും അല്ലെ. അപ്പൊ ആ പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് കാണാം? അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണ് എന്ന് പറയുന്ന ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് കാണാം. പിന്നെന്താണ്, ഈ ഒരു ഡക്കാൻ മേഖലയിലാണ് നമുക്ക് എന്ത് കാണുക? കറുത്ത മണ്ണ് കാണും. നമുക്ക് പീഠഭൂമി പ്രദേശങ്ങളിൽ, ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ നമുക്ക് കറുത്ത മണ്ണ് കാണാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ സലൈൻ സോയിൽ പറയണ്ടല്ലോ, കടലുമായിട്ട് ബന്ധപ്പെട്ട്, കായലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിലൊക്കെ നമുക്ക് എന്ത് കാണാം? സലൈൻ സോയിൽ കാണാം. 15-ാമത്തെ ചോദ്യമാണ്, ദ റവല്യൂഷണറി ഹൂ ഷോട്ട് ഡെഡ് സർ കഴ്സൺ വില്ലി, എ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ബംഗാൾ ഡ്യൂറിംഗ് പബ്ലിക് മീറ്റിംഗ് ഇൻ ലണ്ടൻ ഈസ്. അതായത് അന്നത്തെ ബംഗാളിന്റെ ഗവർണർ ആയിരുന്ന കഴ്സൺ വില്ലി എന്ന് പറയുന്ന വ്യക്തിയെ വെടിവെച്ചു കൊന്ന ആൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു പബ്ലിക് മീറ്റിംഗിനിടയില് ലണ്ടനിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആരാണ്? മാഡം ലാ മദൻ സോറി, അതിന്റെ ഉത്തരം എന്താണ്? നമ്മുടെ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന
ആ ഒരു പദവിയിലിരുന്ന വ്യക്തിയായിരുന്നു സർ കഴ്സൺ വില്ലി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന റവല്യൂഷണറി ആരാണ് എന്നാണ് ചോദിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് വെടിവെച്ചത് എന്ന് നോക്കുക. ലണ്ടനിൽ വെച്ചിട്ടാണ് കേട്ടോ. ലണ്ടനിൽ വെച്ചിട്ടാണ്. ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പൊ ഹർദയാല ആണെങ്കിലും സൂര്യസെൻ ആണെങ്കിലും ഇവരൊക്കെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് പോകും. അപ്പൊ ഇതിന്റെ ഉത്തരം ആരാണ്? മദൻലാൽ ധിംഗ്ര എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെ. മദൻലാൽ ധിംഗ്ര എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കും. മദൻലാൽ ധിംഗ്ര ഒരു ഇന്ത്യൻ റവല്യൂഷണറി ആയിരുന്നു. ഒരു വിപ്ലവകരമായിട്ടുള്ള വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം കഴ്സൺ വില്ലിയെ ലണ്ടനിൽ വെച്ചിട്ട് 1909 ജൂലൈ 1 വെടിവെച്ച് കൊല്ലുണ്ടായി. He was associated with the India House in London and was influenced by V.D. Savarkar and ശ്യാംജി കൃഷ്ണവർമ്മ. V.D. സവർക്കറുടെയും ശ്യാംജി കൃഷ്ണവർമ്മയുടെയും ആ ഒരു ഇൻഫ്ലുവൻസില് അവരുടെ ആ ഒരു ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റവല്യൂഷണറി മൂവ്മെന്റിലേക്ക് വന്നു ചേരുന്നുണ്ട്. അപ്പോ ഇന്ത്യ ഹൗസ് ലണ്ടനിലുള്ളതാണ് ഇന്ത്യ ഹൗസ് കേട്ടോ. ഇന്ത്യ ഹൗസ് എവിടെയെന്ന് ചോദിച്ചാൽ ലണ്ടനിലാണ്. ആ ഇന്ത്യ ഹൗസിൽ വെച്ചിട്ട് V.D. സവർക്കറേയും ശ്യാംജി കൃഷ്ണവർമ്മയും പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനാവുകയും ചെയ്ത വ്യക്തിയാണ് മദൻലാൽ ധിംഗ്ര എന്ന് പറയുന്നത്. ഇത് കൂടാതെ സൂര്യസെന്നിനെ കുറിച്ച് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അല്ലെ. ആരാ സൂര്യസെൻ എന്ന് പറയുന്നത്? അദ്ദേഹം ചിറ്റഗോഗ് ആർമി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. 1930 നടന്നിട്ടുള്ളത്. പിന്നെയുള്ളത് ലാലാ ഹർദയാലാണ്. അതേപോലെ തന്നെ സോഹൻ സിംഗ് ഭാംഗ്ര. ഇവരൊക്കെ തന്നെയും എന്താണ്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്ന റവല്യൂഷണറി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് ലാലാ ഹർദയാലും അതേപോലെ തന്നെ സോഹൻ സിംഗ് ഭാഗ്നയും എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള എല്ലാ ആളുകളും തന്നെ റവല്യൂഷണറി നാഷണലിസത്തിന്റെ ആളുകളാണ് കേട്ടോ. വിപ്ലവാത്മകപരമായിട്ട് ഇപ്പൊ ഇവിടെ അഹിംസ വെച്ചിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ആയുധം എടുത്തുകൊണ്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു റവല്യൂഷണറി മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ആ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ് ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള എല്ലാ പേരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ GKയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ള 15 ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ബേസിക് ഫാക്റ്റുകളും ഇനി ഇത് കൂടാതെ ഇനി നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഓവറായിട്ട് ഞാൻ ലെങ്തി ആക്കുന്നില്ല. ബാക്കിയൊക്കെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറെ ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും, ഓക്കെ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ താങ്ക് യു.